നമസ്കാരം. റിയൽ സ്റ്റോറി ന്യൂവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്ക് അലീനയുടെ വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് കടക്കാമേ. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലൈക്കും കൂടി അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഞാൻ വിശേഷത്തിലേക്ക് തന്നെ കിടക്കുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് പറഞ്ഞ കഥയുടെ ബാലൻസ് കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത്. ഇപ്പം ബബിതയും അലീനയും ഉള്ളത് നമ്മുടെ കൊളുത്തുപുഴയിലാണ്. ബാലചന്ദ്രനല്ല, സോറി, സ്റ്റാൻലിയുടെ അടുത്ത്. അങ്ങനെ സ്റ്റാൻലി ബബിതേനെ കണ്ടതും ആകപ്പാടെ ഞെട്ടിത്തെറിച്ച് നിൽക്കാൻ കേട്ടോ. അതിനൊരു കാരണവും ഒക്കെ ഉണ്ട്. ഏതായാലും നമ്മുടെ ബബിതയ്ക്ക് സ്റ്റാൻലിനെ കണ്ടതും ഭയങ്കര പേടിയാണ്. സ്റ്റാൻലിനെ കാണുമ്പോൾ തന്നെ ഒരു ഭീകരത്വം തോന്നിക്കുകയാണ്. മാത്രമല്ല, സ്റ്റാൻലി പറഞ്ഞായിരുന്നല്ലോ അലീനയോട് ബബിതേനെ കൊണ്ടുവരണ്ടെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഇതൊക്കെയാണ് ബബിതയുടെ മനസ്സിലുള്ളത്. അപ്പം ബബിത ആകപ്പാടെ ചുറ്റുപാടും ഒക്കെ ഇങ്ങനെ നോക്കിയൊക്കെ കണ്ടു. അത്ഭുതത്തോടു കൂടി നോക്കി കാണുകയാണ് വലിയൊരു ബംഗ്ലാവ്. ആ ബംഗ്ലാവ് വെച്ച് നോക്കുകയാണെങ്കിൽ ബബിതയുടെ ഒക്കെ വീടെന്ന് പറയുന്നത് ചെറും കൂടൽ പോലെയാണ്. അപ്പൊ അത്രയ്ക്ക് വലിയൊരു ബംഗ്ലാവാണ് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മുടെ അലീനോട് പറയാ, അലീന ചേച്ചി എവിടെയാണോ താമസിക്കുന്നത്? അല്ല, ഇത് അലീന ചേച്ചിയുടെ സ്വന്തം അല്ലേ? ഇത് അലീന ചേച്ചിയുടെ പപ്പായുടെ വീടാകുമ്പോ ഇത് അലീന ചേച്ചിയുടെയും കൂടെ വീടല്ലേ? അപ്പൊ അലീന ചേച്ചി ഇത്രയും വലിയ ബംഗ്ലാവിന് ഉടമയാണല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആരും ആരുടെയും ഉടമകളോ അല്ലെങ്കിൽ നമുക്കൊന്നും സ്വന്തമായിട്ടൊന്നും ഇല്ല മോളെ. നമ്മളൊക്കെ എല്ലാവരും മണ്ണിലേക്ക് ലയിച്ച് ചേരാനുള്ളവരല്ലേ. നമുക്കൊക്കെ എന്താ സ്വന്തമായിട്ടുള്ളത്? ഇതൊക്കെ എന്റെ സ്വന്തമാണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇതൊന്നും എന്റെ സ്വന്തമല്ല. നമ്മുടെ സ്വന്തം എന്ന് പറയാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ മരിക്കുന്നവരെ നമ്മൾ നമ്മുടെ കൂടെ കാണും. പിന്നെ നമ്മളിൽ നിന്ന് നമ്മുടെ ആത്മാവും പോകുന്നൊക്കെ പറയുന്നത് കേൾക്കാം. അതെ, ഞാൻ ഈ ക്രിസ്ത്യാനി ആയതുകൊണ്ട് അല്ല, ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ടല്ല മോളെ, ക്രിസ്ത്യാനിയുടെ ആ ഒരു രീതിയിലാണല്ലോ വളർന്നത്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബബിത പറഞ്ഞു, ഏയ് അതിലൊന്നും കാര്യമില്ലല്ലോ അലീന ചേച്ചി. ക്രിസ്ത്യാനി ആയാലെന്താ, ഹിന്ദു ആയാലെന്താ, മുസ്ലിം ആയാലെന്താ. ഏതായാലും അലീന ചേച്ചിയുടെ ഈശോപ്പച്ചനുണ്ടല്ലോ, വലിയൊരു ഭാഗ്യം തന്നെ അലീന ചേച്ചിക്ക് ഉണ്ടാക്കി വെച്ച് തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അലീന ചേച്ചി എവിടെ കിടന്നതാ? 10-23 വർഷം മുമ്പ് അലീന ചേച്ചി എന്തൊക്കെ അനുഭവിക്കാൻ തുടങ്ങിയതാ. ഇപ്പൊ കണ്ടില്ലേ, അലീന ചേച്ചിയുടെ ഈശോപ്പച്ചനെ ചില്ലറക്കാരനല്ല കേട്ടോ എന്ന് പറയുമ്പോൾ എന്റെ ഈശോപ്പച്ചൻ മാത്രമല്ലടി, എല്ലാ ദൈവങ്ങളോടും നമുക്കൊരു വിശ്വാസം ഉണ്ടാകണം. അതിപ്പം ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ആരാണെങ്കിലും നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ നമ്മൾ മുറുകെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളെ ദൈവം കൈവിടത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ഏത് ദൈവത്തെ ആരാധിച്ചാലും, നമ്മളൊന്നും അല്ലല്ലോ ഈ മതവും ജാതിയൊക്കെ സൃഷ്ടിക്കുന്നത്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അതിലെങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതാണ്. മനുഷ്യരുണ്ടാക്കിയതാണേ ഇതൊക്കെ. അതൊക്കെ പോട്ടെ, മോള് കയറി വാ. അല്ല, നമ്മളൊന്നും കഴിച്ചില്ലല്ലോ, നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? കഴിക്കണം. അല്ല, ഇവിടെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കണത് ആരാ അലീന ചേച്ചി? ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാനും പുറം പണിക്കും അകം പണിക്കൊക്കെ ആയിട്ട് ഒരുപാട് സർവൻസ് ഉണ്ട്. ഇപ്പൊ ഇവിടെ ഉള്ളത് ആൻ്റപ്പേട്ടൻ, പൗലോസേട്ടൻ, പിന്നെ ഡ്രൈവർ നിനക്കറിയാലോ ബൈജു നമ്മളെ കൊണ്ടുവരാൻ വന്നത്. ഏതായാലും ആൻ്റപ്പേട്ടനെയും പൗലോസേട്ടനെയൊക്കെ നിന്നെ ഞാൻ പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞ് നമ്മുടെ ബബിതേനെ കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. ബബിതേനെ കൂട്ടിക്കൊണ്ട് പോയതും നമ്മുടെ ആൻ്റപ്പൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആൻ്റപ്പൻ പറഞ്ഞു, ആൻ്റപ്പൻ അല്ല, അലീന പറഞ്ഞു, അതെ ആൻ്റിപ്പേട്ട, ഇതാരാണെന്ന് മനസ്സിലായോ? ഇല്ല മോളെ, ആരാണെന്ന് മനസ്സിലായില്ല. ആരാ? നിന്റെ കൂട്ടുകാരിയാ? ഏയ്, ഇവളെന്റെ കൂട്ടുകാരിയാണോന്ന് ചോദിച്ചാൽ കൂട്ടുകാരിയൊക്കെയാണ്. പക്ഷേ ഇവളെന്റെ സഹോദരി, എന്റെ അനിയത്തി. മോളുടെ അനിയത്തിയോ? അപ്പം ഇത് ഇത് കേണൽ അദ്ദേഹത്തിന്റെ ആരാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേണൽ അദ്ദേഹത്തിന്റെ മോളല്ല, ഇത് എന്റെ അനിയത്തിയാണെന്ന് മാത്രം ഇപ്പൊ അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പം എന്തൊക്കെയപ്പാ ഞാൻ ഈ കേൾക്കുന്നത്? ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ മോളെ. അങ്ങനെയാ, കുറച്ച് കാര്യങ്ങളെ എത്തും പിടിയും കിട്ടാൻ കുറച്ച് പാടാണേ. എന്നാലേ എന്താ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞേ? ബ്രേക്ക്ഫാസ്റ്റ് അതിനിപ്പം പൗലോസിനോട് ചോദിക്കണം. എന്തൊക്കെയാ ഉണ്ടാക്കുന്നത് കണ്ടായിരുന്നു അവൻ കിച്ചണിൽ കയറി. എന്നാ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ പറഞ്ഞേരെ, ഇവക്ക് നല്ല വിശപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ആറ്റപ്പം പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, കുഞ്ഞു മോളും കൂടെ ചെന്ന് അവിടെ ഡൈനിങ് ടേബിളിൽ ഇരുന്നോ, ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടിരുന്നു പറഞ്ഞു. അലീന നേരെ ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ നമ്മുടെ ബബിതേനെ. അങ്ങനെ ബബിത ഡൈനിങ് ടേബിളിലൊക്കെ ഇരുന്നു. ഇപ്പോഴും ബബിതയുടെ ആ ഒരു മുഖത്തെ അത്ഭുതവും ആശ്ചര്യവും ഒന്നും മാറിയിട്ടില്ല. കാരണം ആ വീടിന്റെ ആ മുഴുപ്പും വലുപ്പവും അതിനകത്ത് കിടക്കുന്ന സാധന സാമഗ്രികളൊക്കെ കണ്ടിട്ട് വല്ലാത്തൊരു എന്താ പറയാ അത്ഭുതം തോന്നാണ്. പഴയ തടികളൊക്കെ കൊണ്ട് നിർമ്മിച്ച ഓരോരോ കൊത്തുപണികൾ ചെയ്ത ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോരോ വിഗ്രഹങ്ങളൊക്കെ, അത് നല്ല തേക്കിന്റെ തടിയൊക്കെ കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോ വിഗ്രഹങ്ങളൊക്കെ, അതൊക്കെ കണ്ടിട്ട് വല്ലാത്ത ആശ്ചര്യം തോന്നും. അതിലൊക്കെ പോയി പിടിച്ചൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ബൈജു വന്നു. ബൈജു അകത്തേക്ക് കയറി വന്നപ്പോഴത്തേക്കും പൗലോസ് ചോദിച്ചു, കിച്ചണിലാണേ ഇവര് സംസാരിക്കണതേ. പൗലോസ് ചോദിച്ചു, എന്താടാ ബൈജു, നീ എന്താ
അപ്പം ബൈജു വരുന്നത് വിശക്കുന്നേന്ന് പറഞ്ഞോണ്ടാ. അപ്പം പൗലോസ് ചോദിച്ചു, നീ എന്താടാ പോയിട്ടൊന്നും കഴിച്ചില്ലേ? അല്ല, രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയതാണല്ലോ, ഒന്നും കഴിച്ചില്ലേ? ഇപ്പൊ ആ പിള്ളേരും പറയുന്നത് കേട്ടു, ആ പിള്ളേർക്ക് വിശക്കുകയാണെന്ന്. ഓ, എന്ത് ചെയ്യാനാ, എത്രയൊക്കെ മുതലുണ്ടായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്റെ പൊന്നു പൗലോസിയേട്ടാ? പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിശുക്കി എന്ന് വെച്ചാൽ ഒന്നാം തരം നല്ലൊരു പിശുക്കി കൊച്ച. ആ കൊച്ച് അലീന കൊച്ചേ, അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? അല്ലെങ്കിൽ പിന്നെ അങ്ങ് പാലേന്ന് ഇവിടം വരെ, കൊല്ലം വരെ വന്നതല്ലേ, ആ പെങ്കൊച്ചിന് എന്തെങ്കിലും മേടിച്ചു തരത്തില്ലേ? എവിടെ നിന്നൊരു ഹോട്ടലിൽ പോലും അവള് നിർത്തിയിട്ടില്ല. എന്ത് ചെയ്യാനാന്ന് പറ, ഇതുപോലെ ഒരു പിശുക്കേ. ആ, അങ്ങനെയാന്നേ മുതലാളിമാര്, പിശുക്കിയാക്കെയാ പൈസയൊക്കെ ഉണ്ടാക്കുന്നത്. അല്ല, ഒരു കാര്യം ചെയ്യ, നീ എടുത്ത് കഴിച്ചോ, ഞാൻ ആ പിള്ളേർക്ക് കൊണ്ട് കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ബബിതയ്ക്കും അതുപോലെ തന്നെ അലീനയ്ക്കുമായിട്ട് ഭക്ഷണം കൊണ്ട് കൊടുത്തു. കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ബബിത പറഞ്ഞു, അല്ല, ഇവിടത്തെ കേണലദ്ദേഹത്തിനെ കണ്ടില്ലല്ലോ അലീന ചേച്ചി. എന്തിയേ, എവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ വന്നില്ലല്ലോ? ഓ, അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്ന മോളെ നല്ലത്. 10-11 മണിയാകുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴത്തേക്കും. പറഞ്ഞ് ഞാൻ മടുത്തതാ. ആണോ? ആ, മോളൊരു കാര്യം ചെയ്യേ, മോള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവര് വയറു നിറയെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കേട്ടോ. കഴിച്ചിട്ട് നമ്മുടെ ബബിത അങ്ങ് മാറിപ്പോയി. അപ്പം അടുക്കള വീണ്ടും ചർച്ച തുടങ്ങി. അടുത്തൊരു പെണ്ണും കൂടെ വന്ന് ചാടിയിട്ടുണ്ടല്ലോ. പൗലോസും ആന്റപ്പനും അതുപോലെ തന്നെ നമ്മുടെ ബൈജുവും കൂടെ ചേർന്ന് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ, നുണയും കുതിയൊക്കെ പറയാണ്. ആ പെങ്കൊച്ച് ഏതായിരിക്കും? അല്ല ബൈജു, നീ ആരുടെ വീട്ടിലാ പോയത്? ആ, അന്നത്തെ പാലാക്കാരനില്ലേ, അയാളുടെ വീട്ടിൽ തന്നെയാ ഞാൻ പോയത്. ഓ, അപ്പൊ പിന്നെ ആ പെങ്കൊച്ച് ഏതാ? എനിക്കറിയത്തില്ല ആ പെങ്കൊച്ച് ഏതാന്ന്. ഇവള് പറയുന്നു ഇവളുടെ സഹോദരിയാണെന്ന്. ആ, എനിക്കറിയത്തില്ല, എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല എന്ന് ബൈജു. അപ്പം പൗലോസ് പറഞ്ഞു, ഓ, എന്താണെങ്കിലും എന്തോ പന്തികേടുണ്ട്. ആകെ മൊത്തം വായിച്ചു നോക്കി കഴിഞ്ഞാലേ അവിടെ നിന്ന് ഇവിടെ നിന്നും എത്തുന്നില്ല. ഇവിടെ നിന്ന് വായിക്കുമ്പോഴത്തേക്കും അവിടെ എത്തിക്കഴിയുമ്പോൾ ഇവിടത്തെ മറന്നു പോകുന്നു. എന്തോ ഒരു സംതിങ് പ്രോബ്ലം ഉണ്ടല്ലോ. അപ്പം ആരപ്പം പറഞ്ഞു, എന്തിനാ വെറുതെ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാനും അന്വേഷിക്കാനും ഒക്കെ പോകുന്നത്? അതിന്റെ കാര്യമുണ്ടോ പൗലോസെ, നീ ഒന്നിവിടുന്ന് പോകാൻ തുടങ്ങിയതാണേ, കൈയോടുകൂടി അലീന കുഞ്ഞ് പിടിക്കാൻ തുടങ്ങിയതാണേ. ഇനിയെങ്കിലും നീ അടങ്ങ്, ഇല്ലെങ്കിൽ ഇവിടുന്ന് പോകേണ്ടി വരും. പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇതുപോലെ സൗകര്യമുള്ള സ്ഥലമൊന്നും കിട്ടത്തില്ലെന്ന്. അപ്പൊ നമ്മുടെ പൗലോസ് പറഞ്ഞു, എന്തൊക്കെയാണെങ്കിലും നമ്മളൊക്കെ അരിയാഹാരം നിന്ന് ജീവിക്കുന്നതല്ലേ ബൈജു, ഇതൊക്കെ കണ്ടിട്ടും കണ്ടില്ല എന്ന് വെക്കാൻ പറ്റുമോ? ഓ, എങ്കിലും മുതലാളിമാരാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു നാണവും ഇല്ല, ഒരു മാനവും ഇല്ല. എവിടെയോ കിടക്കുന്ന പെങ്കൊച്ചുങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുന്നു. മകളാന്ന് പറയുന്നു, കൂട്ടുകാരിയാന്ന് പറയുന്നു, നാട്ടുകാരിയാന്ന് പറയുന്നു. എങ്ങനെ വിശ്വസിക്കാനാ എന്നൊക്കെ. ഏതായാലും ഇത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ബബിതേനെ ചുറ്റുപാടും പരിസരവും ഒക്കെ അലീന കൊണ്ട് കാണിക്കാണ്. അങ്ങനെ പട്ടികളെ പേടിയാണ് കേട്ടോ ബബിതയ്ക്ക്. അപ്പോഴത്തേക്കും ബബിതയോട് അലീന പറയുന്നുണ്ട്, പേടിക്കണ്ട, ഞാൻ പറഞ്ഞല്ലോ ഇവന്മാരൊന്നും ചെയ്യത്തില്ല. നമുക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റിയ ഒരു കൂട്ടമാണ് ഈ പട്ടികൾ എന്ന് പറയുന്നത്. അവരെ നമ്മൾ ഒന്നും ചെയ്യത്തില്ല. നമ്മൾ എന്ത് ചെയ്യുന്നോ അതിനുള്ള ഒരു നന്ദി അവന്മാര് കാണിക്കുകയും ചെയ്യും മോളെ. അതുകൊണ്ട് വേറെ ആരെ പേടിച്ചാലും നീ ഈ പട്ടീനൊന്നും പേടിക്കില്ലേ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, എന്നാലും ഒരു ചെറിയ പേടി ചേച്ചി എന്ന് പറയുമ്പോ, എന്നാ നിനക്ക് പേടിയില്ലാത്ത ഒരു സാധനത്തെ ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, പേടിയില്ലാത്ത സാധനം? ആ, നീ ഇങ്ങ് വാന്നും പറഞ്ഞ് അവിടെ കുറെ പ്രാവുകള്, അതായത് പ്രാവിന്റെ കൂടുണ്ടല്ലോ അവിടെ നമ്മുടെ സ്റ്റാൻലിയുടെ ഒക്കെ വീട്ടില്. അപ്പൊ ആ പ്രാവിന്റെ കൂടിനകത്തുനിന്ന് കുറെ പ്രാവുകൾ ഇങ്ങനെ മുറ്റത്ത് വന്നിങ്ങനെ നിൽക്കുകയാണ്. അപ്പം എന്തോ സാധനം നമ്മുടെ അലീന അതിനെ കഴിക്കാൻ ഇട്ട് കൊടുത്തു. അപ്പോഴത്തേക്കും അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു പ്രാവിന് ചെന്ന് അലീന ഇങ്ങനെ പതുക്കെ എടുക്കാണ് കേട്ടോ. പക്ഷേ സാധാരണ പ്രാവുകളൊക്കെ മനുഷ്യര് ചെല്ലുമ്പോൾ പറന്നു പോകൂലേ, ഇത് അലീന ചെന്ന് കഴിയുമ്പോഴത്തേക്കും പറന്നൊന്നും പോവാതെ ഇതിങ്ങനെ നിൽക്കുക. അങ്ങനെ ഒരു പ്രാവിനെ ഇങ്ങനെ കയ്യിലെടുത്ത് പിടിച്ചിട്ട് നമ്മുടെ ബബിതേനെ കാണിച്ചു കൊടുത്തു. കണ്ടോ, ദേ സമാധാനത്തിന്റെ വെള്ളരി പ്രാവ് എന്നാ ഇവനെ പറയുന്നത്. ഇതാ വെളുത്ത പ്രാവ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വേണോന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ബബിത പറഞ്ഞു വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പതുക്കെ കയ്യിൽ വെച്ച് കൊടുത്തു. നമ്മുടെ ബബിതയുടെ ഒരു ചൂണ്ടുവിരലില് ഇങ്ങനെ ആ പ്രാവ് കയറി ഇങ്ങനെ ഇരുന്ന് നോക്കുകയാണ് കേട്ടോ. നല്ല ഭംഗി തോന്നും ആ പ്രാവിനെ കാണാൻ കേട്ടോ. അപ്പൊ ഒരുപാട് എന്തൊക്കെയോ നമ്മുടെ ബബിതയ്ക്ക് എന്തോ എന്താ പറയാ, ഡിപ്രഷനിൽ നിന്നൊക്കെ നമ്മുടെ ബബിത തിരിച്ചെത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴാണ് ബബിത പറയുന്നത്, ഈ പ്രാവിനെയൊക്കെ ഇപ്പോഴാ ഞാൻ ഓർക്കുന്നത്, ഞാൻ എന്ത് പൊട്ടത്തരോ അലീന ചേച്ചി കാണിച്ചത്. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഓ, വെറും പൊട്ടിക്കാളിയായി പോയല്ലോ ഞാന്. അല്ല മോളെ, നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്നുമല്ല ലീന ചേച്ചി, ഞാന്
ആത്മഹത്യ ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെ ശ്രമിച്ചത് വളരെ മോശമായി പോയെന്ന് എനിക്ക് തോന്നുക. ഇത്രയധികം ഭംഗിയുള്ള നമ്മുടെ ഈ ലോകത്തെ എനിക്ക് പിന്നെ കാണാൻ പറ്റുമായിരുന്നോ? ഇത്രയും സ്നേഹമുള്ള ഒരു ചേച്ചീനെ എനിക്ക് ദൈവം തന്നില്ലേ? അപ്പൊ പിന്നെ എനിക്ക് പിന്നെ ചേച്ചീനെ കാണാൻ പറ്റുമായിരുന്നോ? അപ്പോഴൊന്ന് ഓർത്തു നോക്കിയേ. ഞാന് അതങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എന്നല്ല, എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് പറ്റിയേനെ? ഓ, എനിക്കിപ്പോ ഓർക്കുമ്പോ പേടി തോന്നുവാ. ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ ബബിതയുടെ നെഞ്ചിടിപ്പ് ഇങ്ങനെ കൂടി വന്നുകൊണ്ടേ ഇരിക്കുവാണ് കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ, അതെ ഞാൻ വന്നിട്ട് പപ്പയുടെ അടുത്തൊന്നും പോയില്ല, പോയിട്ട് വരാൻ കേട്ടോ, ഇല്ലെങ്കിൽ പപ്പ പിണങ്ങുമെന്ന് പറഞ്ഞ് നമ്മുടെ അലീന നേരെ ചെല്ലുകയാണ് സ്റ്റാൻലിയുടെ അടുത്തേക്ക്. ഏതായാലും സ്റ്റാൻലി എങ്ങോട്ടേക്കോ പോകാൻ തയ്യാറായിട്ട് നിൽക്കുക. സ്റ്റാൻലി ചോദിച്ചു, എന്താ എന്താ ഇപ്പോഴാണോ വന്നിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ തോന്നിയത്? അത് പിന്നെ പപ്പ ഉറങ്ങുവാണെന്ന് വിചാരിച്ചെന്നേ ഞാന്. ഓ, നീ കുറെ വിചാരിക്കും. ഞാനേ തോട്ടം വരെ പോവുക, ഇപ്പൊ വരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്റ്റാൻലി തോട്ടത്തിലേക്ക് പോയപ്പോഴത്തേക്കും ബബിത അവിടെ നിൽപ്പുണ്ടായിരുന്നു. ബബിതയുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. ബബിതയ്ക്ക് പേടിയായി പോയിട്ടോ. ആ നോട്ടത്തിന്റെ തീഷ്ണത കണ്ടപ്പോഴത്തേക്കും വല്ലാത്ത എന്തോ അസ്വസ്ഥത നമ്മുടെ ബബിതയ്ക്ക് തോന്നുന്നുണ്ട്. ബബിത എന്ത് ചെയ്തു? പെട്ടെന്ന് മുഖം അങ്ങോട്ട് മാറ്റിയേ. കാരണം അലീനയ്ക്കല്ല, ബബിതയ്ക്ക് അത് കാണാനായിട്ട് പറ്റണില്ല. എന്നാലും ഈ സമയം നമ്മുടെ സ്റ്റാൻലി വണ്ടി എടുത്തുകൊണ്ട്, ജീപ്പ് എടുത്തുകൊണ്ട്, ഒരു തോക്കൊക്കെ കയ്യിലുണ്ട്, ഇങ്ങനെ പോവുകയാണ് തോട്ടത്തിലേക്ക്. അപ്പോഴേക്കുമാണ് നമ്മുടെ സ്റ്റാൻലി ഒരു 10-23 വർഷം പുറകിലേക്ക് ചിന്തിച്ചത്. എന്തോ പെട്ടെന്നൊരു ഓർമ്മ. ഒരു വലിയൊരു കോളേജ്. ആ കോളേജിന്റെ വാതിക്കിലൂടെ നമ്മുടെ സ്റ്റാൻലിയുടെ ജീപ്പ് പറന്നടിച്ചു വരുന്നു. അങ്ങനെ ആ കോളേജിന്റെ വാതിക്കിൽ നമ്മുടെ സ്റ്റാൻലിയുടെ ജീപ്പ് നിർത്തുന്നു. കോളേജ് പിള്ളേരെല്ലാം വിട്ടു. ഒരു 3 മണി 3:30 ആയി. കോളേജ് കുട്ടികളെല്ലാം വരുന്നുണ്ട്. സ്റ്റാൻലി ആരോ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനിടയിൽ സ്റ്റാൻലി മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഞാന് ഈ വഴി വന്നത് വേറെ എന്തിനെങ്കിലും ആണെന്ന് പറയാം, അല്ലെങ്കിലേ അത് ശരിയാവില്ല. ഒരു കേണലിന് പറ്റിയ രീതി അല്ലല്ലോ ഇതൊന്നും. അതുകൊണ്ട് എന്തിനെങ്കിലും ആവശ്യത്തിന് വന്നതാണെന്ന് പറയാം എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ചെറുപ്പക്കാരി ഈ സമയത്ത് ഇറങ്ങി വരികയാണ് കോളേജിൽ നിന്ന്. ഒരു എന്താ പറയാ, ഒരു നല്ലൊരു വടിവൊത്ത, നല്ല അഴകൊത്ത ഒരു പെൺകുട്ടി. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബബിതയുടെ ഒരു ലുക്ക് തോന്നും. വേറെ ആരുമല്ലാട്ടോ, നമ്മുടെ വൈജയാണ്. അങ്ങനെ വൈജ ഇറങ്ങി വരുന്നു. വൈജ ഇറങ്ങി വന്നതും സ്റ്റാൻലിയുടെ ചങ്കിടുപ്പ് കൂടി വന്നു. വൈജ അടുത്ത് വന്നപ്പോഴത്തേക്കും, ഹലോ വൈജയന്തി, അല്ല നീ എങ്ങോട്ടേക്കാണ് പോകുന്നത്? അങ്ങോട്ടേക്കാണെങ്കിലേ ഞാന് കൊണ്ടുപോകാം. അങ്ങോട്ട് ആണോ വരുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അതെ ഞാൻ അങ്ങോട്ടേക്കാ വരുന്നത്. എന്നാ പിന്നെ കേറിക്കോളൂ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ നമ്മുടെ വൈജ, അത് പിന്നെ ഞാൻ വേറെ എങ്ങനെയും പൊക്കോളാം. ഇത് എന്റെ സ്വന്തം വണ്ടിയൊന്നുമല്ല, ഇത് ഓഫീസിലെ വണ്ടിയാ, നീ കേറിക്കോ, ധൈര്യമായിട്ട് കേറിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ വൈജ വണ്ടിയുടെ ആ ഫ്രണ്ട് സീറ്റിൽ തന്നെ കയറിയിരുന്നു. ബുക്കും പുസ്തകമൊക്കെ കൈകളിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ, മാറോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സ്റ്റാൻലി ഓരോ കാര്യങ്ങൾ വൈജയോട് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും വൈജയുടെ ആ ചുണ്ടുകളൊക്കെ നല്ല വിടർന്നു വരുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തോ ഒരു പ്രണയത്തിന്റെ എന്തോ ഒരു ചെറിയൊരു ഇത് നമ്മുടെ വൈജയ്ക്കും ഉണ്ട്. അതുപോലെ തന്നെ ബാലചന്ദ്രൻ അല്ലല്ലോ, സ്റ്റാൻലിക്കും ഉണ്ട്. അങ്ങനെ ഇവര് രണ്ടുപേരും വണ്ടിയിൽ ഇങ്ങനെ പോയി. സ്ഥലം എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും വൈജ ഇറങ്ങുകയാണ് വണ്ടിയിൽ നിന്ന് വൈജ ഇറങ്ങിയപ്പോഴത്തേക്കും വൈജ പറഞ്ഞു, എനിക്കെല്ലാം മനസ്സിലായിട്ടോ, വേറൊരു വഴിക്ക് തന്നെയാ സ്റ്റാൻലി പോയതെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായിന്ന്. അതിൽ തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ വൈജയെ കാത്തു നിന്നതാണ് സ്റ്റാൻലി എന്ന് വൈജയ്ക്ക് മനസ്സിലായിന്ന്. ഒരു ചെറിയൊരു ബ്രേക്ക് പിടുത്തമായിരുന്നു പിന്നെ അങ്ങോട്ടേക്ക്. നമ്മുടെ സ്റ്റാൻലിയുടെ തല ചെന്ന് നേരെ സ്റ്റീറിങ്ങിനിട്ട് ഇടിച്ചു. ചമ്മിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും ഈ സമയത്ത് പെട്ടെന്നാണ് നമ്മുടെ സ്റ്റാൻലി ഞെട്ടി എണീക്കുന്നത്. അയ്യോ, വൈജയെ കാണുന്നില്ലല്ലോ, വൈജ എവിടെ പോയി എന്നും പറഞ്ഞുകൊണ്ട് വൈജയനെ തപ്പുന്നു. എവിടെ നിന്ന് വൈജയനെ കാണാനാ? ഇത്രയും കാര്യം നമ്മുടെ സ്റ്റാൻലി ഓർത്തതല്ലേ. അങ്ങനെ പെട്ടെന്ന് തന്നെ സ്റ്റാൻലി അതിൽ നിന്നൊന്നും മടങ്ങി വരികയാണ്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാലേ, വൈകിട്ട് അത്താഴം കുടിക്കാനിരിക്കുന്ന സ്റ്റാൻലിയാണ്. അപ്പൊ സ്റ്റാൻലി മാത്രമല്ല, അത്താഴം കഴിക്കുമ്പോൾ മാത്രം നമ്മുടെ അലീനയും കൂട്ടിയേ സ്റ്റാൻലി അത്താഴം കഴിക്കാറുള്ളൂ. ആ ഒരു സമയത്ത് ബബിതയും ഉണ്ടല്ലോ. അങ്ങനെ ബബിതയും അത്താഴം കഴിക്കാനായിട്ട് ഇരുന്നു. അങ്ങനെ ബബിതയാണെങ്കിൽ അത്താഴം അതായത് പേടിച്ച ബബിത അവിടെ ഇരിക്കുന്നത്. അങ്ങനെ ബബിത ഭക്ഷണം കഴിച്ചു തുടങ്ങി. ബബിത ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ബബിത അവിടെ നിന്ന് എണീക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അലീന പറഞ്ഞു, എന്താ പപ്പ ഇത്? അവള് വന്നിട്ട് അവളോടൊന്ന് സംസാരിക്കുക പോലും ചെയ്യാതെ, മോശമല്ലേ? നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്ന് നമ്മൾ ഇങ്ങനെയൊക്കെയാണോ പെരുമാറേണ്ടത്? അത് പിന്നെ എനിക്ക് ഈ വക കാര്യങ്ങളോടൊന്നും അത്രയ്ക്ക് ഇഷ്ടമല്ലെന്ന് നിനക്ക് അറിയത്തില്ല അലീന, അതുകൊണ്ട് എന്നോട് ഇതിനെക്കുറിച്ചൊന്നും പറയണ്ട കേട്ടോ എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും ഇത്രയും പറഞ്ഞിട്ട് സ്റ്റാൻലി എണീച്ചു പോയി. അലീനയാണെങ്കിൽ, ഇതെന്തൊരു പപ്പയാ ഇത്, ആ പെങ്കൊച്ച് എന്ത് വിചാരിച്ചു കാണും, പാവം, അത് പേടിച്ചിട്ടാണെങ്കിൽ ആഹാരം പോലും കഴിക്കണില്ല എന്ന്. ഇത് കഴിഞ്ഞ് നമ്മുടെ അലീന എന്ത് ചെയ്യുന്നു, നേരെ
ബാലചന്ദ്രൻ അല്ല, സോറി, സ്റ്റാൻലിയുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പൊ സ്റ്റാൻലി റൂമിലിരുന്ന് എന്തോ ബുക്കൊക്കെ തുറന്നൊക്കെ ഇങ്ങനെ നോക്കുന്നു. അങ്ങനെ എന്തോ മുഖത്ത് പുഞ്ചിരിയൊക്കെ വിടരുന്നുണ്ട്. എന്തൊക്കെയോ ഒരു നാണം പോലെയൊക്കെ മുഖത്ത് വരുന്നുണ്ട്. എപ്പോഴും ഇരിക്കുന്ന ഗൗരവം പോലെയുള്ളൊരു മുഖമല്ല ആ ഡയറി തുറന്നു നോക്കുമ്പോൾ. പെട്ടെന്ന് അലീന വന്നിട്ട് പപ്പേ എന്ന് വിളിച്ചതും ആ ഡയറി നമ്മുടെ സ്റ്റാൻലിയുടെ കയ്യിൽ നിന്ന് തെറിച്ച് താഴെ പോയതും അതിനകത്ത് കുറേ ഫോട്ടോസ്, പഴയ ഫോട്ടോസ് ആണ്. ഉള്ള ഫോട്ടോസ് എല്ലാം നല്ല ഫോട്ടോസ് ഒന്നും അല്ല കേട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് ഉണ്ട്, കളർ ഫോട്ടോസ് ഉണ്ട്. അവിടെ ഇവിടെയും എന്താ ആ പെയിന്റ് ഒക്കെ മങ്ങി മാറിയൊക്കെ ഇരിക്കുന്ന കുറെ ഫോട്ടോസ്. അലീന ചെന്നിട്ട് എന്താ പപ്പ ഇതെന്താ എല്ലാം താഴെ പോയല്ലോ, പപ്പ ഇത് എന്ത് കാണിക്കായിരുന്നു എന്നിങ്ങനെ ചോദിച്ചപ്പം അതൊക്കെ അവിടെ കിടക്കട്ടെ, അല്ല നീ ഇപ്പൊ എന്തിനാ വന്നത്? പപ്പ എന്താ പപ്പ ഇത് താഴെ പോയി കിടക്കല്ലേ, ഇത് ഞാൻ എടുത്തു വെക്കട്ടെ പപ്പ എന്നും പറഞ്ഞിട്ട് നമ്മുടെ അലീന എടുത്ത് എന്താണ്ട കിടക്കണു ഡെങ്കണങ്ങി എന്നതാണ് നമ്മുടെ വൈജയുടെ കുറേ ഫോട്ടോസ്. തനിപ്പകർപ്പ്, നമ്മുടെ ബബിതയുടെ തനിപ്പകർപ്പ് എന്ന് പറഞ്ഞ തനിപ്പകർപ്പ്. അത് കണ്ടതും അലീന തന്നെ ഞെട്ടിപ്പോയി. അയ്യോ, ഇത് 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 മേഡമല്ലേ? മേഡം, അതെ ഇത് നിന്റെ മേഡം തന്നെയാണ്. എന്റെ പൊന്നോ പപ്പ, ഇത് ബബിതയെ പോലെ തന്നെ ഉണ്ടല്ലോ, ഒരു മാറ്റവും ഇല്ല, അതേപടി അച്ചടിച്ച് വെച്ചേക്കുന്നത് പോലെയുണ്ട്. ഇപ്പോഴല്ലേ മനസ്സിലായത് ബബിതയോടുള്ള ദേഷ്യം എന്താണെന്നും ബബിതേനെ കാണുമ്പോൾ മുഖത്ത് നോക്കാത്തത് എന്താണെന്നും ബബിതയോട് സംസാരിക്കാത്തത് എന്താണെന്നും ഇപ്പൊ പപ്പ ഈ ഫോട്ടോ എടുത്തൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലും ബബിത തന്നെയാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? നിനക്ക് എന്താ അലീന വേണ്ടത്? അല്ല, ഞാൻ പറയുന്നത് പപ്പ ഒന്ന് കേക്ക്. ബബിതേനെ കണ്ടത് പപ്പയ്ക്ക് പഴയ പപ്പയുടെ കാമുകീനെ ഓർമ്മ വന്നല്ലേ? മനസ്സിലാകുന്നുണ്ടേ ഈ മോക്ക്. നിനക്ക് കുറെ മനസ്സിലാകും. നീ മിണ്ടാതെ പോക്കെ, നീ ഇതൊന്നും നോക്കൊന്നും വേണ്ട. നിക്ക്, ഞാനൊന്ന് കാണണ്ടേ എന്റെ മമ്മിയുടെ ഫോട്ടോയും എന്റെ പപ്പയുടെ ഫോട്ടോയും എനിക്ക് കാണണമെന്നില്ലേ? ഞാനൊന്ന് കാണട്ടെന്നേ എന്നും പറഞ്ഞ് ഓരോരോ ഫോട്ടോകളായിട്ട് അലീന ഇങ്ങനെ മാറി മാറി നോക്കി ആസ്വദിക്കുകയാണ് തന്റെ അമ്മയുടെ പല ഫോട്ടോകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. കുതിരപ്പുറത്തിരിക്കുന്ന ഫോട്ടോ, താജ്മഹാലിന് ഫ്രണ്ടിൽ നിൽക്കുന്ന ഫോട്ടോ, രാജാ രവിവർമ്മ വരച്ച ചിത്രത്തിന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ, അങ്ങനെ പല കുറേ ഫോട്ടോസുകൾ. ഇത്രയധികം ഫോട്ടോസ് എൻ്റെ പപ്പ സൂക്ഷിക്കുന്നുണ്ടായിരുന്നല്ലേ? എൻ്റെ മമ്മിയുടെ 23 വർഷം മുമ്പ് കഴിഞ്ഞു പോയ കഥയും ഇതുപോലെ സൂക്ഷിക്കുന്നുണ്ട് എങ്കിൽ എൻ്റെ അമ്മേനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നോ പപ്പയ്ക്ക്? അതുകൊണ്ടായിരിക്കുമല്ലോ ഇത് സൂക്ഷിക്കുന്നത് എന്ന്. ഇത് കേട്ടതും നമ്മുടെ സ്റ്റാൻലിയുടെ കണ്ണുകളൊക്കെ പതുക്കെ നിറയുന്നത് പോലെ തോന്നുന്നുണ്ട്. കണ്ണിങ്ങനെ നിറഞ്ഞിങ്ങനെ മങ്ങി ഇങ്ങനെ നിപ്പുണ്ട്. പക്ഷെ ആ തുള്ളി താഴേക്ക് അങ്ങ് വന്ന് വീഴുന്നില്ല. തുള്ളി നമ്മുടെ സ്റ്റാൻലി ഇങ്ങനെ തടഞ്ഞു നിർത്തിയേക്കാണ്. വീഴരുത്, വീണാൽ ഇപ്പം ഞാൻ നിന്നെ കൊല്ലൂടാന്നും പറഞ്ഞ്. അപ്പം വീഴത്തില്ലല്ലോ തുള്ളി. ഏതായാലും സ്റ്റാൻലിയുടെ മുഖത്തേക്ക് അലീന നോക്കിയപ്പം അലീനയ്ക്ക് കാര്യം പിടികിട്ടി. അവർ തമ്മിലുള്ള സ്നേഹം എന്താണെന്നും അവർ തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ ആഴം എന്താണെന്നും അത് എത്രത്തോളം ഉണ്ടെന്നും ഒക്കെ അലീനയ്ക്ക് മനസ്സിലായി. അലീന പതിയെ ആ ഒരു ഫോട്ടോസൊക്കെ എടുത്ത് ആ ഡയറി എടുത്തപ്പോൾ അതിൽ എന്തൊക്കെയോ എഴുതി പിടിപ്പിച്ച് വെച്ചിരിക്കുന്നു. നമ്മുടെ അലീന അതെടുത്ത് വായിക്കാൻ തുടങ്ങിയതും അലീന വേണ്ട, അത് മാത്രം നീ വായിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ അലീന ചോദിച്ചു, അതെന്താ പപ്പ? അതെന്റെ ഒരു രഹസ്യമാണ്, അത് ഞാൻ രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നതാണ്, ഞാൻ നിധി പോലെ കൊണ്ടു നടക്കുന്ന എന്റെ മാത്രമാണ്, അത് വേറെ ആരും വായിക്കരുത്, അത് വേറെ ആരും കാണരുത് എന്നൊക്കെ വിചാരിക്കുന്നതാണ് ഞാൻ എന്ന് പറയുമ്പം വേണ്ട പപ്പ, വേണ്ട, ഒരിക്കലും ഞാൻ നിർബന്ധിക്കുന്നില്ല പപ്പ പറഞ്ഞതുപോലെ തന്നെ ഇത് പപ്പയുടെ നിധിയായിട്ട് എന്നും പപ്പയുടെ കൂടെ ഇരുന്നോട്ടെ, എനിക്ക് മനസ്സിലാകും എന്നും പറഞ്ഞുകൊണ്ട് ആ ഡയറി മടക്കി നമ്മുടെ സ്റ്റാൻലിയുടെ കയ്യിൽ കൊടുത്തിട്ട് അലീന സ്റ്റാൻലിയുടെ നെറ്റിയിൽ ഒരു ചുടു ചുംബനം തന്നെ നൽകുന്നുണ്ട് കേട്ടോ. ആ ചുടു ചുംബനത്തിൽ നമ്മുടെ സ്റ്റാൻലിക്ക് ആ സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും, അപ്പോഴെന്താ നമ്മുടെ വൈജ അരികിലില്ലെങ്കിലും അതിന്റെ ഒരു ഗന്ധവും ഒക്കെ നമ്മുടെ സ്റ്റാൻലിക്ക് കിട്ടുന്നുണ്ട്. ഏതായാലും എന്താ പറയാ, അത്രയ്ക്കും മനോഹരമായ ഒരു എപ്പിസോഡാണ് കേട്ടോ ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എപ്പിസോഡ്. ഉടൻ വരാനിരിക്കുന്ന കഥയാണ്. ഉടൻ എന്ന് പറഞ്ഞാല് നമുക്ക് പറയാൻ പറ്റത്തില്ല, കഥയുടെ സ്പീഡ് അനുസരിച്ചിരിക്കും ഈ ഒരു ഭാഗമൊക്കെ എപ്പോഴാ വരുന്നതെന്നൊക്കെ. അപ്പൊ പിന്നെ നമ്മുടെ അലീന നേരെ ചെല്ലുന്നത് ബബിതയുടെ അടുത്തേക്കാണ്. അങ്ങനെ ബബിത അലീനയുടെ റൂമിലേക്ക് കയറുന്നു. അപ്പോഴും ബബിതയ്ക്ക് ആശ്ചര്യമൊന്നും മാറിയിട്ടില്ല. ആ റൂമെല്ലാം കണ്ട അന്തം വിട്ട് കുന്തം പോലെ ഇരിക്കുക. എങ്കിലും എന്റെ പൊന്ന് അലീന ചേച്ചിയാണല്ലോ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പാത്രം കഴിയതും പെരയടിച്ചു വാരിയതും മുറ്റുപടിച്ചു വാരിയതും സകല ജോലികളും ചെയ്തത്. ഇത്രയും സുഖ സൗകര്യങ്ങളിൽ ജീവിച്ച എന്റെ ചേച്ചി വന്നിട്ട് ഈ പ്രാവശ്യം ഇതൊക്കെ തന്നെ ചെയ്തല്ലോ. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ അത്ഭുതം തോന്നുന്നു ചേച്ചീനെ കുറിച്ച് ഓർക്കുമ്പോഴെന്ന് പറയുമ്പോൾ. ഞാനൊന്നും അല്ല മോളെ അത്ഭുതത്തെ കണ്ടിട്ടാ ഞാനിപ്പം വന്നിരിക്കുന്നതെന്ന്. അത്ഭുതത്തെ കണ്ടിട്ടാ വന്നിരിക്കുന്നതെന്ന്? അതേന്നേ, ഒരു അത്ഭുതത്തെ കണ്ടിട്ടാ ഞാനിപ്പം വന്നിരിക്കുന്നത്. നിനക്കറിയാമോ, എന്റെ പപ്പായും
എൻ്റെ അമ്മയും തമ്മിലുള്ള സ്നേഹബന്ധം അത് എത്രത്തോളം ആഴത്തിലുണ്ടായിരുന്നതാണെന്നും അത് എത്രത്തോളം അവരുടെ മനസ്സിനെ സ്പർശിച്ചിട്ടുണ്ടെന്നും ഒക്കെ എനിക്ക് മനസ്സിലായി മോളെ. എന്തുകൊണ്ടാണ് നിന്റെ അമ്മ ഇങ്ങനെ ആയതെന്നൊക്കെ എനിക്ക് മനസ്സിലായി മോളെ എന്ന് പറയുമ്പോൾ, എന്താ അലീന ചേച്ചി പറയുന്നത്, എന്തൊക്കെയാ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലായിട്ടോ, അലീന ചേച്ചിക്കെല്ലാം മനസ്സിലായില്ലേ, എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പം, അതൊക്കെ മോക്ക് പതുക്കെ മനസ്സിലായിക്കോളും. ഒരു കാര്യം ചെയ്യാം, നമ്മൾ അച്ഛനെ വിളിച്ചില്ലായിരുന്നല്ലോ, അച്ഛനെ വിളിക്കാന്ന് പറഞ്ഞ് നേരെ ബാലചന്ദ്രനെ വിളിക്കാം. ബാലചന്ദ്രൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ബോറടിച്ച് പണ്ടാരം അടങ്ങിയിരിക്കുക. ഗോവർദ്ധനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ചു നേരം. ഇനി എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ലല്ലോ. രോഹിത്തില്ല, കൃഷ്ണമോളില്ല, ബബിതയില്ല. വീട്ടിനകത്ത് ചെല്ലുമ്പോൾ ഭ്രാന്ത് പിടിച്ച ഒരവസ്ഥ. അങ്ങനെ ബബിത വിളിച്ചതും അല്ല ഇപ്പോഴെങ്കിലും വിളിക്കാൻ തോന്നിയില്ല എന്റെ പൊന്നുമോളെ നിനക്കെന്ന് ചോദിച്ചപ്പോ, അതെന്താ അച്ഛന് വൈകിട്ടല്ലേ ഫ്രീ ആകുന്നത്? ഓ എന്റെ പൊന്നുമോളെ, സത്യം പറയാലോ ഈ വീട് ഒരു മരണവീട് പോലെയാ കിടക്കുന്നത്. ഒരാളുമില്ല, ഒരനക്കവും ഇല്ല. എന്തോ എനിക്കങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല. നാളെ തന്നെ വേണമെങ്കിൽ ഇങ്ങോട്ട് കയറി പോന്നോ ബബിതയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അലീന ഇങ്ങ് ഫോൺ മേടിച്ചിട്ട്, ഓഹോ അപ്പൊ തന്നെ ജീവിക്കാൻ പറ്റത്തില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? എന്നിട്ടാണല്ലോ മേഡത്തിനെ പറഞ്ഞു വിട്ടിട്ട് ഇപ്പൊ അവിടെ നിൽക്കുന്നത്. ആര് പറഞ്ഞു വിട്ടു? എന്തിനു പറഞ്ഞു വിട്ടു? അതിലും ഭേദവേ ആ ഭൂതനയുടെ കൂടെ ജീവിക്കുന്നതിലും ഭേദമുണ്ടല്ലോ തന്നെ ജീവിക്കുന്നത് തന്നെയാ മോളേന്ന് കളിയാക്കി നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞപ്പോഴത്തേക്കും അലീനയും അതുപോലെ നമ്മുടെ ബബിതയും പരസ്പരം മുഖത്തൊക്കെ നോക്കി ചിരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. രണ്ടുപേർക്കും സത്യം പറഞ്ഞ ചിരിയാണ് വന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ അലീന പറഞ്ഞു, എന്റെ അമ്മയെ കുറിച്ചാ പറയുന്നത്, ഓർത്തോണം കേട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഓ ഓർത്തോളാമേ, നിന്റെ ഒരമ്മ അതൊരു ഒന്നൊന്നര അമ്മയായി പോയല്ലോ എന്നൊക്കെ. ഏതായാലും ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ വിശേഷം ഇന്നത്തെ എപ്പിസോഡ് ഞാൻ അവസാനിപ്പിക്കുന്നത്. അപ്പം അടുത്ത ഇതിന്റെ തുടർ വിശേഷവുമായിട്ട് നാളെയും മറ്റന്നാളും ഒക്കെ ഞാൻ വരുന്നതായിരിക്കും. ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, നമ്മുടെ കഥ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാതെ ഒരുപാട് പേര് നമ്മുടെ ചാനൽ കാണുന്നുണ്ട്. എല്ലാവരും ചാനൽ കാണുന്നല്ലേ, കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചെന്ന് ഓർത്തോണ്ട് നമ്മുടെ പൈസ ഒന്നും പോകാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെച്ചിട്ട് കാണാം കേട്ടോ, നിർബന്ധിക്കുന്നില്ല. ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടും കൂടെ കാണുക. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.